രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞത് 8 ഇടങ്ങളിലാണ്. എന്നാ ഓട്ടമായിരുന്നു 13 ദിവസം. കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ബംഗളൂരു എന്നിവിടങ്ങളിൽ കഴിഞ്ഞതിന് തെളിവ്. ഹൊസൂർ, കോറമംഗല, കെമ്പഗൌഡ, മുത്തുഹടഹള്ളി, ബൊമ്മസാന്ദ്ര എന്നിവിടങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യമുണ്ടായി. വല്ലാത്ത ഓട്ടമായിരുന്നു. പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതൃത്വം സഹായിച്ചു. റിസോർട്ടുകളും ഫാം ഹൗസുകളും വില്ലകളും ഒളിയിടങ്ങളിലായി ഇട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. രാഹുൽ ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. ഇന്നലെ മുതൽ നിരീക്ഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മറ്റൊരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. പാലക്കാട് ഫ്ളാറ്റിൽ നിന്ന് ഒഴിയാൻ രാഹുലിന് അസോസിയേഷന്റെ നോട്ടീസ്. അസോസിയേഷൻ പറഞ്ഞു ഈ പരിപാടി ഇവിടെ നടക്കില്ല, ഇറങ്ങിപ്പോക്കോണം. ഈ മാസം 25-നകം ഒഴിയണമെന്നാണ് നിർദ്ദേശം. മറ്റ് ഫ്ളാറ്റ് വാസികൾക്ക് ബുദ്ധിമുട്ടാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ഇതൊരുപക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും നിലവിൽ ഒരു MLAക്ക് ആ ഫ്ളാറ്റിൽ നിന്ന് ആൾക്കാരെ ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് കൊടുക്കുന്നത്. ഉടൻ ഒഴിയുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. രാഹുൽ കൊച്ചിയിലെത്തി അഭിഭാഷകൻ രാജീവിനെ കണ്ടു. അതിനുശേഷം തിരികെ വീണ്ടും പാലക്കാട്ടേക്ക് വന്നു. ഇക്ബാൽ അറയ്ക്കലും ഹരിമോഹനും ആറുഷിപ്പാലും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇക്ബാൽ, വെരി ഗുഡ് മോർണിംഗ്. ഹരിമോഹൻ, വെരി വെരി ഗുഡ് മോർണിംഗ്. റോഷി, വീണ്ടും ഗുഡ് മോർണിംഗ്. ആദ്യം നമുക്ക് ഇക്ബാലിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇക്ബാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എവിടെയാണ്? ആ ഫ്ളാറ്റിൽ തന്നെയുണ്ടോ? ഫ്ളാറ്റിൽ നിന്ന് ഒഴിയാൻ വേണ്ടി ഫ്ളാറ്റ് അസോസിയേഷൻ പറഞ്ഞുവെന്ന് കേൾക്കുന്നു. അവിടെയുള്ള ആളുകൾ കുറച്ച് ബുദ്ധിമുട്ടാവുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അവിടെ കഴിയുന്നത്. ഒരുപക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു MLA ഫ്ളാറ്റിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് അസോസിയേഷൻ നോട്ടീസ് കൊടുക്കുന്നത്. ഇന്നെന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം ഇക്ബാൽ? അരുൺകുമാർ, ഈ ബലാത്സംഗ പരാതിക്ക് പിന്നാലെ തുടർച്ചയായി പോലീസും അതുപോലെ തന്നെ മാധ്യമങ്ങളും എല്ലാം ഈ ഫ്ളാറ്റിലേക്ക് എത്തുന്നു. അങ്ങനെ ഫ്ളാറ്റ് വാസികൾക്ക് ബുദ്ധിമുട്ടാകുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് പിന്നീട് രാഹുലിനോട് ഈ ഫ്ളാറ്റ് ഒഴിയണമെന്ന രീതിയിലുള്ള ഒരു നോട്ടീസ് ഈ അസോസിയേഷൻ രാഹുലിന് കൈമാറുന്നത്. ഇന്നലെ രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയ സമയത്താണ് ഇത്തരത്തിൽ ഈ നോട്ടീസ് നൽകിയെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. ഏതായാലും ഫ്ളാറ്റ് ഒഴിയാം എന്നുള്ളൊരു കാര്യം രാഹുലും സമ്മതിക്കുന്നു. 25-ാം തീയതിക്കകം ഫ്ളാറ്റ് ഒഴിയും എന്നുള്ളതാണ് രാഹുൽ ഈ അസോസിയേഷനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നിലവിൽ രാഹുൽ കുന്നത്തൂർമേടുള്ള ഈ ഫ്ളാറ്റിൽ നിലവിൽ ഇല്ല, MLA ഓഫീസിലും ഇല്ല, മറ്റൊരിടത്താണ് ഉള്ളത്. 9:30 മണിയോടുകൂടി രാഹുൽ MLA ഓഫീസിലേക്ക് എത്തും. പഴയ രീതിയിൽ മണ്ഡലത്തിൽ സജീവമാവാനുള്ള എല്ലാ രീതിയിലുള്ള നീക്കങ്ങളും നടത്താനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും സംഘത്തിൻ്റെയും തീരുമാനം. രാഹുലിനൊപ്പം ഇന്നലെ പാലക്കാട്ടേക്ക് എത്തിയപ്പോൾ രാഹുലിനൊപ്പം ഏതാനും ചില KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും എല്ലാം പ്രവർത്തകരുണ്ടായിരുന്നു. രാഹുൽ MLA ഓഫീസിലേക്ക് എത്തിയ വിവരം അറിഞ്ഞ് ചില കോൺഗ്രസ് നേതാക്കളും രാഹുലിനെ കാണാൻ MLA ഓഫീസിലേക്ക് എത്തിയിരുന്നു. മാത്രമല്ല ഇന്നലെ ഈ അടൂരിലെ വീട്ടിലേക്ക് പുറപ്പെട്ട രാഹുൽ പെട്ടെന്ന് കുഴൽമന്ദത്ത് നിന്ന് മാത്തൂരിലേക്ക് പോവുകയും അവിടെ ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ കാണുകയും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ രാഹുലിനെ ഇപ്പോഴും സ്വീകരിക്കാനും രാഹുലിനൊപ്പം തുടരാനും പാലക്കാട്ട് ചില കോൺഗ്രസ് നേതാക്കൾ ഉണ്ട്. അത് തന്നെയാണ് രാഹുലിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. മണ്ഡലത്തിൽ സജീവമാവാനുള്ള നീക്കത്തിലേക്ക് രാഹുലിനെ കൂടെ ഇത്തരമുള്ള ആളുകൾ ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ള ഒരു അറിവാണ് രാഹുൽ ഇത്തരത്തോടെ ആത്മവിശ്വാസത്തോടുകൂടി പാലക്കാട് തുടരാനുള്ളൊരു നീക്കം നടത്തുന്നതിന് പിന്നിലെന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഏതായാലും രാവിലെ 9:30 മണിയോടുകൂടി രാഹുൽ MLA ഓഫീസിലേക്ക് എത്തും. പിന്നീട് ജീവനക്കാരുമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം ഒരുപക്ഷെ അടൂരിലെ വീട്ടിലേക്ക് ഇന്ന് ഒരുപക്ഷെ രാഹുൽ പോകുമെന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഉള്ളത്. ഏതായാലും രാഹുലിന്റെ നീക്കങ്ങൾ അത് പോലീസും SIT സംഘവും കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള SIT സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട്ടെ പോലീസ് സംഘമാണ് രാഹുലിന്റെ എല്ലാ നീക്കങ്ങളും ചലനങ്ങളും നിരീക്ഷിക്കുന്നത്. ഏതായാലും രാഹുൽ എവിടെയാണ്, എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പോലീസ് സംഘം പരിശോധിക്കും. കാര്യം ഇന്ന് ഹൈക്കോടതിയിൽ നിർണായകമായിട്ടുള്ള സർക്കാർ നൽകിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് അടൂരിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ശനി ഞായർ, തിങ്കളാഴ്ചയാകുമ്പോഴേക്കും തിരിച്ചു വീണ്ടും SITയുടെ മുന്നിൽ എത്തണം. SIT എവിടെയാണ് എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ തിരുവനന്തപുരത്താണെങ്കിൽ അങ്ങനെ, അതല്ല അടൂരിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ. SITയുടെ മുന്നിൽ തിങ്കളാഴ്ച ഹാജരാവണം. ആ സമയത്ത് തന്നെയാണ് ജാമ്യ ഹർജിയിൽ ഹൈക്കോടതിയുടെ വിധി ഉണ്ടാവുക, അപ്പീലിന്മേൽ. അവിടെ മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ അന്ന് തന്നെ SIT കസ്റ്റഡിയിലെടുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച വളരെ നിർണായകമാണ്. ഇന്ന് അടൂരിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ ഇക്ബാൽ? രാഹുലുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ പറയുന്നത് രാഹുൽ ഒരു പക്ഷേ അടൂരിലേക്ക് പോവും എന്ന് തന്നെയാണ്. ഇന്ന് തന്നെ ആ യാത്ര ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും അടൂര് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള യാത്ര അല്ലെങ്കിൽ അടൂരിലേക്കുള്ള യാത്ര അതെങ്ങനെയാവും എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും പാലക്കാട് തന്നെ രാഹുൽ തുടരുന്നുണ്ട്. കുന്നത്തൂർ മേട്ടിലെ ഫ്ളാറ്റിൽ നിന്ന് മാറി മറ്റൊരു ഇടത്താണ്, സുഹൃത്തുക്കൾക്കൊപ്പമാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളുണ്ട്. രാവിലെ 9:30 മണിയോടുകൂടി MLA ഓഫീസിലേക്ക് എത്തുമെന്ന രീതിയിലുള്ള വിവരങ്ങൾ മാത്രമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. ഓക്കെ.